ഹലോ ബിഗ് ബോസ്. രണ, ഫാത്തിമ ആൻഡ് ഒനിൽ കുറച്ച് മുൻപ് ഒരു ജയിൽ ടാസ്ക് കഴിഞ്ഞു. ഒനിൽ ആൻഡ് രണ, ഫാത്തിമ രണ്ടും കണക്കാ. സീരിയസ്ലി പറയാലോ, രണ്ടും കണക്കാ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് അതൊരു ഫൈറ്റായി, അടിയായി, വഴക്കായി. അവസാനം അവിടെ ആൾക്കാരുള്ള അതിൻ്റെ അകത്തുള്ള വേറെ ആൾക്കാർ തമ്മിലുള്ള തമ്മിത്തല്ലായി. ഇതിങ്ങനെ പോത്തേ ഉള്ളൂ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയും, അതിൽ ബാക്കിയുള്ള ആൾക്കാർ വന്ന് ഇടപെടും, പിന്നെ അത് പ്രശ്നമാവും. കുറച്ച് കഴിയുമ്പം ഒനിയിൽ നല്ല പച്ചയ്ക്ക് എന്തെങ്കിലും വിളിക്കും, അത് കേട്ടിട്ട് ഇവള് പോയിരുന്നു മൂങ്ങും. ഇതേ നടക്കത്തുള്ളൂ. ഇവിടെ ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട്, കേൾപ്പിച്ചുതരാം. അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി പോകും. ഒരാണിനെ ട്രിഗർ ചെയ്യുമ്പോ അയാളുടെ വായിൽ എന്തൊക്കെ വീട് ഞാൻ ഇന്നലെ അവളെടുത്ത് പറഞ്ഞു. പിന്നെ വായിന്ന് അത് കിട്ടിയാറുണ്ട് ഇപ്പൊ കിട്ടൂതാ ചേച്ചി. ആ റെന ഇപ്പൊ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. ഇവരൊക്കെ ടൗണിൽ പോകുന്ന, മാർക്കറ്റിലും പോകുന്ന, അങ്ങാടിയിലും പോകുന്ന ആൾക്കാരാ. അവരെ വായിന്നൊക്കെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് നമ്മളത് മനസ്സിലാക്കണം. കേട്ടല്ലോ, രണ പോയിട്ട് ചോദിച്ചു വാങ്ങുന്നതാണ്. ആ കൊച്ചു പോയിട്ട് ചോദിച്ച് വാങ്ങിക്കുന്നതാണ് അങ്ങയുടെ കയ്യിൽ നിന്ന്. ഇങ്ങ് തന്നേരേ എന്ന് പറയുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് കൊടുക്കും. അതിനിപ്പോൾ അങ്ങേരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ മിക്കവാറും തിരിച്ചെടുക്കേണ്ടി വരും. ഇവള് ചോദിച്ച് വാങ്ങിക്കുന്നതാ. അവിടെ ഇപ്പം എനിക്കെന്ന് പറയാൻ പറ്റും. ഇപ്പൊ വേണ്ടാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കും. എന്താ പറഞ്ഞോ, ഇവക്ക് ബോംബെ ഗ്രൂപ്പായിട്ട് മാത്രം അല്ല നീ കാപ്പി കേട്ടപ്പോ ഇവളും ഉണ്ടായിരുന്നത്. ഇവിടെ രാവിലെ ഇവളുടെ ഫ്രണ്ട്സ് ഞാൻ ആ കാപ്പി കേസിൽ നടന്നില്ല. കാപ്പി കേസിൽ ഇടപെടാഞ്ഞിട്ടാ. പിന്നെ കാപ്പി കേസിൽ ഇടപെടാഞ്ഞിട്ടാ ശൈത്യയുടെ ഒരു ഇഷ്യൂ വന്നപ്പോ ഇടപെട്ടു. അല്ല അങ്ങനെയല്ല, അവള് ഫേവറിറ്റിസം കാണിക്കണ്ടല്ലോ. ഒരു ഗ്രൂപ്പിന് മാത്രം സ്പീക്കപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് സ്പീക്കപ്പ് ചെയ്യണം. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. ആ നീ വേറെ എന്താ കളിക്കണം? നീ എനിക്ക് ഇങ്ങനെ കാണിക്കാനായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നീ കാണിക്ക്. നീ ഇന്നലെ ഡിബേറ്റ് ഉണ്ടായിരുന്നപ്പോ നീ ഒന്നും ചെയ്തില്ല. ഗ്യാസ് അത്രേ ഉള്ളൂ. അതാണ് അതിനൊക്കെ കഴിവണം. നീ ചൊറിയുമ്പോ ഞാൻ വെറുതെ പറയുന്ന മൂളകളുണ്ട്. അതാണ് ഞാൻ ഇന്നലെ നിന്റെ മുമ്പ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് തരത്തിനെക്കാളും താഴ്ന്ന ആളായ കൊണ്ടാണ്. അത്രയും മോശമായിട്ടുള്ള ഇതുവരെ ആയിട്ട് എന്റെ അടുത്ത് വന്നൊരു സോറി പറഞ്ഞോ? കുടുംബത്തിനെ പറഞ്ഞു ചുമ്മാ പോയിട്ട് അങ്ങനെ ഇങ്ങനെ ചൊറിയുക. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ അത് വിടത്തില്ല. അവൾക്ക് ചൊറിഞ്ഞോണ്ടിരിക്കണം. നല്ലോണം പോയി ചോദിച്ച് മേടിക്കും. ഷാനവാസ്ക പറഞ്ഞ പോലെ ചോദിച്ച് മേടിക്കട്ടെ. എന്നിട്ട് അവസാനം ഇരുന്ന് അങ്ങ് പോങ്ങട്ടെ. ട്രിഗറായെങ്കിൽ അത് പറ. ആകെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ്. പിന്നെ അവിടെ വേറെ ആർക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ വേറെ വഴികളൊന്നും ഇല്ലാത്ത പോലെ ഇവള് കണ്ടന്റ് ഉണ്ടാക്കുന്ന അങ്ങേരോട് പോയി അടിയിട്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ തിരിച്ച് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും തരം താന്ന വ്യക്തികളോട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ അത്രയും നല്ല പോലെയാണ് നിങ്ങളോട് റെസ്പെക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. പക്ഷെ നിങ്ങളുടെ സ്വഭാവം ആ റെസ്പെക്ട് ഞങ്ങൾ കണ്ടായിരുന്നു. ആ കിച്ചണിൽ അടി ഉണ്ടാക്കിയ സമയത്ത് നീ പോടാന്ന് വിളിച്ചത്. എന്നാ ഇനിയും ചോദിച്ച് വാങ്ങിക്കുക. ഓക്കെ, ശരി എന്നാ, ടാറ്റാ.